നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈ കോയമ്പേടിലുള്ള ഒമ്നി ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു ട്രെയിൻ ജേണി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ അടുത്ത ബസ്സിന് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബാംഗ്ലൂരിലോട്ട് ഒരു ബഡ്ജറ്റ്, അതായത് ഞാൻ ട്രെയിനിന് കൊടുത്തതിനെക്കാട്ടിലും കുറവ് പൈസ കൊടുത്തിട്ട് ഒരു AC വോൾവോ B11R AC സെമി സ്ലീപ്പർ ബസ്സിലാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ജബ്ബാർ ട്രാവൽസിൻ്റെ വോൾവോ B11R ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 മണിക്കൂറുണ്ട്. അതായത് ട്രെയിൻ ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർ ചെന്നൈ വരെ ട്രാവൽ ചെയ്തെത്തുന്ന അതേ സമയത്ത് തന്നെ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് 6 മണിക്കൂർ ടൈം എടുത്തെത്തുന്ന ഒരു ബസ്സാണ് ജബ്ബാർ ട്രാവൽസിൻ്റെ ബസ്സുള്ളത്. രാത്രി 11:40 ഡിപ്പാർച്ചർ. അപ്പോൾ സമയം ഇപ്പോൾ 11:05 ഒമ്നി ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇവിടെ ഈ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. ഈ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് ജബ്ബാർ ട്രാവൽസിൻ്റെ ഒരു നോൺ AC സെമി സ്ലീപ്പർ ബസ്സാണ് കേട്ടോ ഈ കിടക്കുന്നത്. ചെറിയൊരു ലൈലാൻഡ് ബസ്. അതിനപ്പുറത്ത് രാഗ എന്ന് പറഞ്ഞുള്ള JTS ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ രാഗ ബസ് .in ഒരു വോൾവോ B9R സ്ലീപ്പർ ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. സ്ലീപ്പർ ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമായിട്ടതാ. 11:18 ആയ സമയത്ത് ഇവർ ഒരു മെസ്സേജ് അയച്ചിട്ടോ, വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇതാക്കണം. ട്രാക്ക് ലാസ്റ്റ് അടുത്ത എൻ്റെ പിക്കപ്പ് പോയിൻ്റ് അതിന് തൊട്ട് മുമ്പ് പിക്കപ്പ് പോയിൻ്റ് എത്തിയ സമയത്ത് ഇവരൊരു മെസ്സേജ് അയച്ചു, ബസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട്. അവിടെ പോലീസുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പാട്രോളിങ് നടത്തുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇവിടെ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോലീസ് കൊണ്ട് ഇങ്ങനെ വന്നു പോകുന്നത് കൊണ്ട് അതിലൊരു കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ ബുക്ക് ചെയ്ത് തരും കേട്ടോ. പിന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റാണ് ഏറ്റവും നല്ല. ഓൺലൈൻ കമ്പനി ട്രാവൽസ് വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫർ ഉണ്ടാവും കേട്ടോ. എനിക്ക് കാണിച്ച റെഡ് ബസ്സിലൊക്കെ കാണിക്കുന്നതിനാട്ടിലും ഓഫറിലാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയത്. ഹൈലൈൻ ട്രാൻസ്പോർട്ട്സിൻ്റെ ഒരു സട്ട്ലജ് ബസ്സാണ് കേട്ടോ ഇത്. വോൾവോ ഐഷറിൻ്റെ ബോഡിയിൽ സട്ട്ലജ് ചെയ്ത ബോഡിയിലൊരു ബസ്സാട്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ട്. ഹൈലൈൻ്റെ ബസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് പോകാനുള്ള ബസ് അതാട്ടോ വരുന്ന. അപ്പോൾ ജബ്ബാർ ട്രാവൽസിൻ്റെ വോൾവോ B11R KA01AH 5888 ആണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ വൈറ്റ് കളറിൽ കുറച്ച് ഗ്രാഫിക്സ് സംഭവങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. ഇത് തന്നെ ആവണം ഞാനിങ്ങനെ വിചാരിച്ചു തന്നായിരുന്നു, ഈ ബസ് തന്നെ ആവണമെന്ന്. ചെറുതായിട്ട് എവിടെയോ തട്ടിയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് പൊട്ടിയിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അപ്പം ഈ സൈഡിലൊക്കെ ബസ്സിൻ്റെ സൈഡിൽ ജബ്ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓരോ എന്താ പറയുക, കുറച്ച് ഡിസൈൻ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി കാണാൻ നല്ല രസമുണ്ട്. പിന്നെ റെഡ് ബസ് ഇനിഷ്യേറ്റീവായ പ്രീമോൻ്റെ സംഭവങ്ങളുണ്ട്. ബുക്കിംഗ് ജബ്ബാർ ട്രാവൽസ് .in സരീം വോൾവോ B11R കുറച്ച് ഓടിയ വണ്ടിയാണ് കേട്ടോ ഇപ്പം തോന്നുന്നത്. അപ്പോൾ വണ്ടിനുള്ളിൽ കയറി വെക്കാം.
സമയം 4:30 നമ്മൾ കൃഷ്ണഗിരി എത്തിയിട്ടോ. കൃഷ്ണഗിരി ടൗൺ അതിന് കുറച്ച് മുന്നോട്ട് ബാംഗ്ലൂർ റൂട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ നിന്നുള്ള വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ഒരുപാട് ബസ്സുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടി നിർത്തിയാട്ടോ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. പുള്ളിക്കാരൻ്റെ ഡ്രൈവിങ് ഭയങ്കര സ്ലോ ആണ്. ചില സമയത്തൊക്കെ ഫുള്ള് സ്ലോ. ആൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മെല്ലെ ഉരുട്ടി വരികയാണ്. സിംഗിൾ ഡ്രൈവറാണ് കേട്ടോ. ഒന്നാമത് മൂപ്പർക്ക് പെയർ ഡ്രൈവറില്ല. പിന്നെ 360 കിലോമീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഉള്ളത്. അതുകൊണ്ട് മൂപ്പര് എനിക്ക് തോന്നുന്നത് മെല്ലെ മെല്ലെ വന്നാൽ മതി എന്നുള്ളതിലും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആകെ 500 രൂപക്കൊക്കെയാണ് ഇന്നലെ രാത്രി ടിക്കറ്റ് സെയിലായത്. അപ്പോൾ 500, 550, 600 രൂപക്കൊക്കെയാണ് ടിക്കറ്റ് ഫുള്ള് കൊടുക്കുന്നത് അവർ. അപ്പോൾ ആ ഒരു ടിക്കറ്റിന് ഇത് ഫുൾ സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് മൈലേജൊക്കെ നോക്കിയിട്ടേ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻലി മൈലേജ് ഡ്രൈവിങ് തന്നെയാണ്. ആ ഒരു 80ൻ്റെ താഴെ പോയിട്ട് ഒരുപാട് ടൈം ആള് വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു. 80ൻ്റെ താഴെ കേട്ടോ. 80ൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോയിൽ ഉറക്കം വരുന്ന ഒരു ആദ്യം സ്പീഡാണ്. അപ്പോൾ നമ്മൾ ഓൺ ടൈം എത്താൻ മതി. പിന്നെ ടൈമിങ് 6 മണിക്കൂറിൽ കുറച്ച് റോഡ് മോശമായിരുന്നു. ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂറേ മാക്സിമം ലേറ്റ് ആവുള്ളൂ. അതിലപ്പുറം ലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബസ്സുകളൊക്കെ കേരളത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങി. അവിടെ ഉള്ള നേരെ മുമ്പിലുള്ള ഒരു ഇതുണ്ട്. അവിടെയാണ് അധികം നമ്മളെ നാട്ടിലുള്ള ബസ്സുകളൊക്കെ നിർത്തൽ കേട്ടോ. അവിടെ ഫ്രണ്ടിൽ അവിടെ നടക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെയാണ് കേരള വണ്ടികളൊക്കെ അധികം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒരു ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പിരിയാം. കേരള ലൈൻസിൻ്റെ ഫ്രണ്ടിൽ പുഞ്ചിരി പോയിട്ടുണ്ടായിരുന്നു. പുഞ്ചിരിൻ്റെ സ്കാനിങ് ഒരു മിന്നായം പോലെ എന്തോ ഒരു സാധനം കണ്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. രണ്ടും മത്സരം വെച്ച് പോവാണെന്ന് തോന്നുന്നു. इधर 500 बस जरा सामने चल जा 5 बस स्टॉप में को ಯಾಕೆ ಮೆಜೆಸ್ಟಿಕ್ ನಂದು ಇದೆ ಇಲ್ಲ ಕಣ ಇದು ಬರ್ತಾ ಇದ್ರೆ ಹಿಂದೆ അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങി. ഇനി വളരെ കുറച്ച് പേര് കൂടിയാണ് ബാക്കിയുള്ളത് കേട്ടോ. ഇതാണ് ബസ്സിൻ്റെ സീറ്റിംഗ് ഒക്കെ വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ സീറ്റും അത്യാവശ്യം നല്ല ഡീസൻറ്റ് സീറ്റായിരുന്നു. ഫ്രണ്ടിലെ സീറ്റുകളൊക്കെ സമയം 7:30. 6:30 ഇവിടെ ഒരു ടൈം കൊടുത്തത്. 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വണ്ടി എത്തിയത്. പുള്ളിക്കാരൻ ഭയങ്കര സ്ലോ ഡ്രൈവിംഗ് ആണ്. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ കംഫർട്ടൊക്കെ ഓക്കെയാണ്. ബസ് വൃത്തിയുണ്ട്, ഉള്ളിലൊക്കെ വൃത്തിയുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഉള്ളിലൊക്കെ. പുറമെ വണ്ടി അവിടെ തട്ടും മുട്ടും വന്നേരം പണിക്ക് കയറ്റിയതാണെന്ന് തോന്നുള്ളൂ കേട്ടോ. നമ്മളവിടെ ഓട്ടോക്കാരെടുത്ത് നിർത്തിയിട്ട് അവർ പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബസ്. ഈ സൈഡിൽ നിങ്ങളുണ്ടല്ലോ എന്തോ പ്രിമോൻ്റെ സ്റ്റിക്കറെല്ലാം പറിച്ചതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. KebbaTravels.in ബുക്കിംഗ് വെബ്സൈറ്റ്. എനിക്കിത് 600 രൂപക്കാണ് ടിക്കറ്റ് കിട്ടിയത്. ഞാൻ കുറേ മുമ്പ് ബുക്ക് ചെയ്തത് കൊണ്ടാണ് 600 രൂപ ആയത്. ലാസ്റ്റ് ഡേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 510-520 രൂപ എങ്ങനെ ആവുള്ളൂ കേട്ടോ. KebbaTravels പോയി ടാറ്റ ബൈ ബൈ. KSMൻ്റെ ഹൈദരാബാദ് ബാംഗ്ലൂർ ബസ്സാണ് കേട്ടോ ഇവിടെ വന്നത്. റേസ് കോഴ്സ് റോഡിൻ്റെ അടുത്താണ് ഇവരെല്ലാം നിർത്തുന്നത്. ഇവിടെ KSMൻ്റെ വണ്ടി വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ നാഷണൽ ട്രാവൽസിൻ്റെ
സ്ലീപ്പർ കൺവേർട്ടഡ് സ്ലീപ്പർ ബസ് വന്ന് കിടക്കുന്നുണ്ട്. മഞ്ഞ കളർ സ്കാനിയ കൊള്ളാലോ. ഇത് ഹൈദരാബാദിൽ നിന്ന് വന്ന വണ്ടിയാണെന്ന് തോന്നുട്ടോ. ബാംഗ്ലൂർ അത്യാവശ്യം തണുപ്പൊക്കെ വന്ന സമയത്ത് ആൾക്കാർ ഇവിടെ തീയിട്ടിട്ടാട്ടോ ഇരിക്കുന്നത്, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടാക്സിക്കാരൊക്കെ. പിന്നെ ഈ ബസ്സുകാരൊക്കെ ഇവിടെ ബസ്സുകാർ ഫുള്ള് ഓട്ടോക്കാരെടുത്ത് നിർത്തിയിട്ടാണ്ടോ പോവുക. ഇവിടെ ആനന്ദറാവ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേസ് കോഴ്സ് റോഡിലാണ് നിർത്തുക. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ആനന്ദറാവ് സർക്കിളിലോട്ട്. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നമുക്ക് 7 മണിക്കൂറോളം ട്രാവൽ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ KSRന്ന് ട്രെയിനിൽ കയറി ഒരു 6 മണിക്കൂർ കൊണ്ട് ചെന്നൈ എത്തിയിട്ടുണ്ടാവും. അവിടെ നിന്ന് ബസ്സിൽ വരുന്ന സമയത്ത് 1 മണിക്കൂർ അധികം 7 മണിക്കൂർ. പക്ഷേ ബസ്സിലുള്ള ട്രാവൽ കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. കാരണം പുഷ് ബാക്ക് സീറ്റ് നല്ലോണം പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. ട്രെയിനിൻ്റെ പുഷ് ബാക്ക് സീറ്റ് അങ്ങനെ പുഷ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. AC എല്ലാം ഓക്കെ ആണ് കേട്ടോ. രാത്രി സമയങ്ങളിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ട്രെയിൻ ഓപ്ഷന് വളരെ കുറവാണ്. 1-2 ട്രെയിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ബസ്സാണെങ്കിൽ 100-110 ബസ് സർവീസുകൾ ടോട്ടലുണ്ട് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ഡെയിലി. അപ്പം ഈ വോൾവോ സെമി സ്ലീപ്പർ ബസ്സുകളിലും കുഴപ്പമില്ല. 5-6 മണിക്കൂർ വെറും 360 കിലോമീറ്റർ 360 കിലോമീറ്റർ ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ബസ്സാണ് പ്രിഫർ ചെയ്യുന്നത് ഈ റൂട്ടിൽ. അങ്ങോട്ട് പകൽ പോവുകയാണെങ്കിൽ ആ ഡബിൾ ഡെക്കർ ട്രെയിനുമാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഫ്രം മംഗളൂരു.